നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഒരു ചിന്ത എന്ന് പറയുന്നത് ഒറ്റപ്പെടലുകളെ കുറിച്ചാണ്. ഒറ്റപ്പെടൽ നമ്മളിൽ പലർക്കും, ചിലർക്കെങ്കിലും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതുപോലുള്ളൊരു ഒറ്റപ്പെടലുകൾ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഒറ്റപ്പെടൽ അനുഭവിച്ചിട്ടുണ്ടാവും. ലോകത്തിലെ ഏറ്റവും വലിയ ശബ്ദം ഏതാണെന്ന് വെച്ചാൽ ഞാനത് നിശബ്ദമാണെന്നേ പറയൂ. നിശബ്ദമാണ് ഏറ്റവും വലിയ ശബ്ദം. അതിൻ്റെ കാരണം, ഈ നിശബ്ദമായ അവസ്ഥയിൽ, ഒരു ഏകാന്തതയിൽ, മൗനമായിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ മനസ്സിലൂടെ ഒരുപാട് ചിന്തകൾ കടന്നു പോകും. നല്ലതും ചീത്തയും, കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതും വരുമോ എന്ന് ചിന്തിക്കുന്നതുമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകും. അപ്പോൾ ആ നിശബ്ദമായ അവസ്ഥയാണ് ഏറ്റവും വലിയ ശബ്ദം. ആ ആ ആ നിശബ്ദതയിൽ നമ്മൾ ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ മനസ്സിലാക്കുന്ന, നമ്മളെ ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കുന്ന ഒരു വ്യക്തി ഈ ലോകത്തുണ്ടോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥയുണ്ട് നമുക്ക്. ചില മുറിവുകൾ നമുക്ക് ശരീരത്തിനല്ല, മനസ്സിനാണ് ഏൽപ്പിക്കുക. അത് വളരെ ആഴത്തിൽ മനസ്സിൽ കയറിപ്പോവും. ആ മുറിവുകൾ ചിലപ്പോൾ മായ്ക്കാൻ എളുപ്പമല്ല, മുറിവുകൾ മറയ്ക്കാനോ അല്ലെങ്കിൽ അത് മാറാനോ എളുപ്പമല്ല. പക്ഷെ ആ മുറിവുകൾക്ക് സാന്ത്വനം നൽകുന്ന ചില വ്യക്തികൾ നമ്മുടെ ജീവിതത്തിലോട്ട് കടന്നു വരും. അവരെ ചേർത്ത് പിടിക്കുക. നമ്മൾക്ക് എന്തെങ്കിലും വിഷമങ്ങൾ വരുമ്പോൾ അവരെ വിളിക്കുക. നമ്മൾ വിഷമങ്ങൾ വരുമ്പോൾ മാത്രമല്ല, അല്ലാത്തപ്പോഴും അവരുമായിട്ട് നിരന്തരം സമ്പർക്കത്തിൽ ഏർപ്പെടാൻ ശ്രമിക്കുക, സംസാരിക്കുക. നമ്മളിലേക്ക് ചുരുങ്ങാതിരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ചുരുങ്ങുന്ന അവസ്ഥയിലോട്ട് വരുമ്പോഴാണ് പലരും ഈ ആത്മഹത്യ പോലുള്ള ചിന്തകളിലോട്ട് പോകുന്നത്. അങ്ങനത്തെ ഒന്നും ഉണ്ടാവാതിരിക്കുക. ഈ ഒറ്റപ്പെടൽ എന്ന് പറയുന്ന ആളുകളില്ലാത്തൊരവസ്ഥയല്ല. ഒരുപാട് ആളുകൾക്കുള്ളിലും നമുക്കൊരു ഒറ്റപ്പെടൽ തോന്നുമെങ്കിൽ നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ സാന്നിധ്യം ഇല്ലാതെയാവുക, അല്ലെങ്കിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയുടെ ഒരു വാക്കില്ലാതെയാവുക, നമ്മളെ സ്വാധീനിക്കുന്ന, നമ്മളെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി സ്പർശമില്ലാതെയാവുക. ഇങ്ങനത്തെ അവസ്ഥയാണ് ശരിക്കും ഒറ്റപ്പെടലുകൾ. നമുക്ക് തൃശ്ശൂർ പൂരത്തെ നടക്ക് നിൽക്കുമ്പോഴും ചിലപ്പോൾ നമുക്ക് ഒറ്റപ്പെട്ടായിട്ട് തോന്നും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് അവസ്ഥ. അപ്പോൾ അത് അങ്ങനെയൊക്കെ വരുമ്പോൾ ചിലർ കരയും, ചിലർ ചിരിക്കും. ആ ചിരിക്കുന്നത് എന്തെന്ന് വെച്ചാൽ ഈ കരച്ചിൽ മറ്റുള്ളവരെ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് ഈ ചിരി എന്ന് പറയുന്നത്. ചിലർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കും, ചിലർ ചുമ്മാ ഇങ്ങനെ ഓർത്തിരിക്കും. അപ്പോൾ ഇതെല്ലാം ഒറ്റപ്പെടലുകളുടെ ഒരു അവസ്ഥയാണ്. ഒറ്റപ്പെടലുകളുടെ അവസ്ഥ നമുക്കത് റിക്കവർ ചെയ്യാൻ പറ്റണം. ഇത്തരം കാര്യങ്ങൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ നമ്മൾ വിളിക്കുക. ആ സമയത്ത് നമ്മളെ സ്വാധീനിക്കാൻ നമുക്കൊരു സാന്ത്വന വാക്കുകൾ ലഭിക്കും. നമ്മളെ മനസ്സിലാക്കുന്ന ആളെ